ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റിലും ഒരുപാട് ശല്യക്കാരായ എലി, പെരുച്ചാഴി, പല്ലി, പാറ്റ, പാമ്പ്, കൊതുകുകൾ ഇവറ്റുകളൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കിടിലൻ ടിപ്പുകളുമായിട്ടാണ് എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബാറ്ററിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇതുപോലെ ഉപയോഗം കഴിഞ്ഞ ബാറ്ററിയൊക്കെ നമ്മൾ വലിച്ചെറിയാറാണല്ലോ പതിവ്. ഇനി അങ്ങനെ ആരും ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു ഉപയോഗം കഴിഞ്ഞ ബാറ്ററിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ കിച്ചൺ ടവലിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇടികല്ലിട്ട് ഇതുപോലൊന്ന് ഇടിച്ചെടുക്കാം. കൈ തൊടാണ്ട് കൊണ്ട് വേണം കേട്ടോ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെയധികം ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട് ഈ ഒരു ബാറ്ററിയുടെ അകത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൈ കൊണ്ട് കൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരുപാട് കൈക്ക് അലർജി ഉള്ളവരാണെങ്കിൽ കയ്യിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഗ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ പൊടിച്ച ബാറ്ററിയുടെ കരി നമുക്ക് ഇതുപോലെ ഒരു യൂസ് ആൻഡ് ത്രോ പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം പിന്നെ നമ്മൾ പൊടിച്ച ഈ ഒരു ബാറ്ററിയുടെ പൊടി കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യമേ ഒരു യൂസ് ആൻഡ് ത്രോ പാത്രത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് ആ ഒരു ബാറ്ററി പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ചൂടോടുകൂടിയുള്ള വെള്ളം ഏകദേശം 1 ഗ്ലാസ് അളവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല വലിയ അല്ലി വെളുത്തുള്ളി ഇടിച്ച് ആ ഒരു തോലോടുകൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വൈറ്റ് കോൾഗേറ്റ് ആണ്. അത് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് എടുത്തിട്ട് നമുക്ക് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു വെള്ള കോൾഗേറ്റ് നമ്മൾ ചേർത്ത് കൊടുത്ത ഒരു വൈറ്റ് കോൾഗേറ്റ് നന്നായിട്ട് മിക്സ് ആകത്തക്ക രീതിക്ക് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കോൾഗേറ്റും നന്നായിട്ട് ഈ ഒരു മിക്സിൽ കലർന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് പ്രയോജനകരമായ ഒരു കിടിലൻ സൊല്യൂഷനാണ്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ നമുക്ക് ഫിൽറ്റർ ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലൊന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊരു ബോട്ടിലേക്കൊന്ന് മാറ്റി ഒഴിക്കാം. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ലിക്വിഡ് ഡിഷ് വാഷ് തീർന്ന ആ ഒരു ബോട്ടിലാണ് റീയൂസ് ചെയ്ത് ഉപയോഗിക്കുന്നത്. ഇതുപോലുള്ള ലിക്വിഡ് ഡിഷ് വാഷിൻ്റെ ബോട്ടിലൊക്കെ നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയാണ്ട് കൊണ്ട് ഇങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ബോട്ടിലൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചെറിയ ബോട്ടിൽ ജ്യൂസിൻ്റെ ബോട്ടിലൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ബോട്ടിൽ മൂടിയിൽ ഹോൾസ് ഇട്ടിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി നമുക്ക് മാസങ്ങളോളം തന്നെ കേടുകൂടാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആഴ്ചയിൽ ഒരു വട്ടം നമ്മുടെ കിച്ചൺ സിങ്കിൽ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അറിയാണ്ട് കൊണ്ട് ആ ഒരു കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യം, പല്ലി, പാറ്റ, കൊതുക് ഇവറ്റുകളുടെ ശല്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല. മാത്രമല്ല കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആവാണ്ട് കൊണ്ട് നമുക്ക് ഒരുപാട് വർഷത്തേക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല സന്ധ്യാസമയത്ത് വീടിൻ്റെ ചുറ്റിലും നമ്മൾ ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഒരുപാട് എലികളുടെയും പെരുച്ചാഴികളുടെയും പാമ്പിൻ്റെയും ശല്യം ഉള്ളവരാണെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 1-2 ദിവസത്തിനകം പിന്നീട് നമുക്ക് അവറ്റകളെ കാണാൻ വേണ്ടിയിട്ട് പോലും കിട്ടുകയില്ല. അത്രത്തോളം എഫക്റ്റീവും അതുപോലെ തന്നെ പവർഫുള്ളുമായിട്ടുള്ളൊരു സൊല്യൂഷനാണ്. നിങ്ങളും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അവറ്റകളെ കൊല്ലാണ്ട് കൊണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് ചെയ്യാനുള്ള കിടിലൻ ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി വളരെ എളുപ്പത്തിൽ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബൗളിൽ കറുപ്പുഴുന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരുപാട് പോഷകങ്ങളുടെ കലവറ തന്നെയാണ് നമ്മുടെ ഈ ഒരു കറുപ്പുഴുന്ന്. അത് ഞാൻ ഏകദേശം 1/4 ബൗൾ അളവിലേക്ക് അളന്നെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/2 ബൗൾ അളവിലേക്ക് റേഷൻ പച്ചരിയും എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു കറുപ്പുഴുന്നും റേഷൻ പച്ചരിയും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷമാണ് നമ്മളിത് കുതിർക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോഴാണ് ആ ഒരു കുതിർത്ത വെള്ളത്തിൽ തന്നെ നമുക്കത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴുകിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കറുപ്പുഴുന്നും പച്ചരിയും നന്നായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി കുതിരാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ സമയം വരയ്ക്കും നമുക്കിത് കുതിർക്കാൻ വേണ്ടി വെക്കാവുന്നതാണ്. ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ രാത്രിയാണ് ഞാനിത് കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. നമുക്കിത് അരച്ച് പുളിപ്പിക്കണമെന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് അരച്ച ഉടനെ നമുക്കിത് ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ രാവിലെയാണ് ഇത് കുതിർത്തതിന് ശേഷം എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത അല്ലെങ്കിൽ കുതിർത്ത നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇതുപോലെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം.
അതോടൊപ്പം തന്നെ എരിവിനാവശ്യമായ വറ്റൽമുളകും ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അതായത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരയ്ക്കണം എന്നുള്ളതില്ല, ചെറിയ തരിതരിപ്പോട് കൂടി അരച്ചെടുത്താൽ മതിയാകും. അപ്പം നമ്മൾ അരച്ച് നമ്മുടെ ബാറ്റർ നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് സമയത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് മീഡിയം സൈസ് ഒരു സവോള ഞാൻ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് അതും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു സമയത്ത് നമ്മൾ എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയൊരു കൈപ്പിടി അളവിലേക്ക് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും നന്നായിട്ട് കഴുകി പൊടിയായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇത്ര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിലേക്ക് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് സമയത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ദോശ ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ അട ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള കറുപ്പുഴുന്ന അടയാണ് കേട്ടോ നമ്മളിവിടെ ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കറുപ്പൊഴുന്ന അടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇതുപോലൊന്ന് ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് ഇതുപോലൊന്ന് ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒരു സെക്കൻഡ് സമയം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ കറുപ്പൊഴുന്ന അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും രാവിലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ അത്രത്തോളം നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി, അത് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഓൾറെഡി പൊടിച്ചു വെച്ചിരുന്ന നമ്മുടെ ബാറ്ററിയുടെ ഉള്ളിലെ ആ ഒരു ഭാഗമാണ് ഞാനൊരു അര ടീസ്പൂൺ അളവിലേക്ക് ചേർത്ത് കൊടുത്തത്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് സോപ്പ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ബാറ്ററിയുടെ കരിയും അതുപോലെ തന്നെ സോപ്പ് പൗഡറും തക്കാളിയുടെ മുകളിലേക്ക് ഇതുപോലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ശർക്കര പൊടിച്ചതാണ്. മണം ആകർഷിക്കാൻ കഴിവുള്ള എലികളും പെരിച്ചാഴികളും ഈ ഒരു തക്കാളിയുടെയും അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു ശർക്കരയുടെയും സ്മെല്ലിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അടുത്തേക്ക് വരികയും ഇത് ഭക്ഷിക്കുകയും പിന്നീട് അവറ്റകളെ കാണാൻ വേണ്ടിയിട്ട് പോലും കിട്ടുകയില്ല. കൃഷിയിടത്തും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റിലും ഒരുപാട് ശല്യക്കാരായ എലികളെയും പെരിച്ചാഴികളെയും തുരത്താൻ വേണ്ടിയിട്ട് ഇതിലും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡി വേറെയില്ല. അതിൽ നിന്നും കണ്ട കെമിക്കൽസ് ഒക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിന് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം വീടിൻ്റെ ചുറ്റിലും അല്ലെങ്കിൽ കൃഷിയിടത്ത് എവിടേക്കാണോ എലികളും പെരിച്ചാഴികളും വരാൻ ചാൻസസ് ഉള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നീട് നിങ്ങളുടെ പരിസരത്ത് പോലും അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്തോ കൃഷിയിടത്തോ അവറ്റകളെ കാണാൻ വേണ്ടിയിട്ട് പോലും കിട്ടുകയില്ല. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.